യേശുവിൻ സ്നേഹം ആ മഹൽ സ്നേഹം ആഹാ അതോർക്കുമ്പോൾ എന്തോരാനന്ദം. യേശുവിൻ സ്നേഹം ആ മഹൽ സ്നേഹം ആഹാ അതോർക്കുമ്പോൾ എന്തോരാനന്ദം. അബ്രഹാമിൻ ദൈവം ഏലിയാവിൻ ദൈവം ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. അബ്രഹാമിൻ ദൈവം ഏലിയാവിൻ ദൈവം ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹൽ സ്നേഹം ആഹാ അതോർക്കുമ്പോൾ എന്തോരാനന്ദം. ഗോൽഗോഥാവിൻ മുകളിൽ സർവ്വലോക പാപ പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. ഗോൽഗോഥാവിൻ മുകളിൽ സർവ്വലോക പാപ പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹൽ സ്നേഹം ആഹാ അതോർക്കുമ്പോൾ എന്തോരാനന്ദം. മശിഹയായി വന്നു മരണത്തെ ജയിച്ചു മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹൽ സ്നേഹം. മശിഹയായി വന്നു മരണത്തെ ജയിച്ചു മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹൽ സ്നേഹം. മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹൽ സ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹൽ സ്നേഹം ആഹാ അതോർക്കുമ്പോൾ എന്തോരാനന്ദം. യേശുവിൻ സ്നേഹം ആ മഹൽ സ്നേഹം ആഹാ അതോർക്കുമ്പോൾ എന്തോരാനന്ദം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 31 അധ്യായം വായിക്കാം. യെരമ്യാ 31. ആ കാലത്ത് ഞാൻ ഇസ്രായേലിൻ്റെ സകല വംശങ്ങൾക്കും ദൈവമായും അവർ എനിക്ക് ജനമായിരിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങൾ എന്നെ വിശ്വസ്തയോട് വിളിച്ചു, പ്രാർത്ഥിച്ചു, അപേക്ഷിച്ചു. ഞാൻ പ്രാർത്ഥന കേട്ടു. നിങ്ങൾ എനിക്ക് വിശ്വസ്ത ജനമായിരിക്കും. പിന്നെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. വാളിനെ തെറ്റിശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. വാളിനെ തെറ്റിശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. വാളിന് തെറ്റിശേഷിച്ച ജനം അവർ മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ഞാൻ ഇസ്രായേലിനെ വിശ്രാമം വരുത്തുവാൻ പോകുന്നു. എൻ്റെ ജനത്തിന് ഞാൻ വിശ്രമം കൊടുക്കാൻ പോവുകയാണ്. അവർ വലഞ്ഞ് വിഷമിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ പാവപ്പെട്ട മക്കൾ, എൻ്റെ മക്കൾ, എൻ്റെ ജനം, അവർ യാതനയേറ്റ് പിടയുന്നു. അവർ ദുരിതമേറ്റ് വലയുന്നു. അവരുടെ ഹൃദയം ഉഴന്നുഴന്നു പോകുന്നു. എനിക്ക് അവരെ ആശ്വസിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. എൻ്റെ ജനത്തിന് ഞാൻ വിശ്രമം വരുത്തുവാൻ പോകുന്നു. യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളിച്ചെയ്തത്. ദൂരെ നിന്ന് ദൈവം എനിക്ക് പ്രത്യക്ഷനായി. എൻ്റെ അടിയിലേക്ക് ദൈവം വന്നു. ദൂരെ ദൂരെ നിന്ന്, അങ്ങ് ആകാശമണ്ഡലത്തിന് അപ്പുറത്ത് നിന്ന്, ഗോളാഗോളങ്ങൾക്കും ഗൃഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും അപ്പുറത്ത് നിന്ന്, ബഹിരാകാശത്തിൻ്റെയും ഈ പ്രപഞ്ചത്തിലുള്ളതായ സകലത്തിൻ്റെയും അപ്പുറത്ത് നിന്ന് ദൈവം വന്ന് അരുളി ചെയ്തു. എന്ത് അരുളി ചെയ്തു? നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നിത്യസ്നേഹമാണ് എനിക്ക് നിന്നോട്. നിത്യസ്നേഹം, ഒരിക്കലും മാറാത്ത സ്നേഹമാണ്. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിത്യസ്നേഹം എനിക്കുള്ളത് കൊണ്ട് നീ എന്തെല്ലാം തെറ്റുകൾ ചെയ്തെങ്കിലും അതെല്ലാം ഞാൻ ക്ഷമിച്ചു തരും. എൻ്റെ ദയ നിനക്ക് ദീർഘമാക്കിയിരിക്കും. ദീർഘക്ഷമ നിനക്ക് തരും. പിന്നെ ഇസ്രായേൽ കന്യകെ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും
ഇസ്രായേൽ കന്യകയെ ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നീ ഇനിയും ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും. നീ ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ നീ പുറപ്പെട്ടു വരും. നീ നൃത്തം ചെയ്തുകൊണ്ട് വരും. നിനക്ക് സന്തോഷമുണ്ടാകും. നല്ല കാര്യങ്ങൾ ഇതാ നിനക്ക് വരാൻ പോകുന്നു. നീ ഒരു കാര്യം ചെയ്താൽ മാത്രം മതിയല്ലോ. ഞാൻ പറഞ്ഞല്ലോ നിന്നോട്, നിന്റെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക. നിന്റെ ജീവിതത്തിൽ നിന്ന് പോയ പാവങ്ങൾ ഓരോന്നോരോന്ന് എണ്ണി എണ്ണി പെറുക്കിയെടുത്ത് നീ അനുഭവിക്കുക. നീ അനുതാപത്തോടെ, വേദനയോടെ, കണ്ണീരോടെ എൻ്റെ വാദത്തിങ്ങളൊന്ന് അഭയം പ്രാപിക്കുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നീ ചെയ്യുമ്പോൾ അപ്പോൾ നിനക്ക് സംഭവിക്കുന്നതാണ് 16-ാം വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കരയാതെ നിന്റെ ശബ്ദവും ഇനി കരയണ്ട, കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണു മടക്കിക്കൊള്ളുക. നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. മോനെ, നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. കണ്ണുനീരിനി വാർക്കണ്ട, നീ ഇനി കരയണ്ട. നിന്റെ കരച്ചിൽ മാറും. നിന്റെ ജീവിതത്തിലെ എല്ലാ ഊഷരതകളും മാറും. ബഹുലമായ നിന്റെ പാവങ്ങൾ മാറുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്ന് ആപത്തുകളും അനർത്ഥങ്ങളും മാറിക്കിട്ടും. നിനക്കൊരു നല്ല കാലം വരും. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. അവർ ശത്രുവിന്റെ ദേശത്ത് നിന്ന് മടങ്ങി വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. പിശാചിൻ്റെ കയ്യിലിരിക്കുന്ന ജനം, പിശാച് ബന്ധിച്ചിരിക്കുന്നതായ ജനം, സാത്താൻ വല്ല പാവങ്ങൾ കുടുക്കിയിട്ടിരിക്കുന്ന ജനം, അവർ രക്ഷപ്പെട്ട് മടങ്ങി വരും. പിന്നെ നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. നിന്റെ മക്കൾ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എൻ്റെ മക്കൾ നിങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, തീർച്ചയായും നിങ്ങൾക്ക് അഭിമാനിക്കാൻ വകയൊന്നുമില്ല. തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് നോക്കിയിട്ട് സന്തോഷിക്കാൻ വകയൊന്നുമില്ല. ദൈവസന്നിധിയിൽ നീ വരുമ്പോൾ ഏങ്ങലടികളോട് മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ. കരഞ്ഞുകൊണ്ട്, വേദനിച്ചുകൊണ്ട്, തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചുകൊണ്ട്, എൻ്റെ കർത്താവേ, ഞാൻ പാവം ചെയ്തു പോയി. എൻ്റെ ദൈവമേ, നിൻ്റെ ആത്മാവിനോട് ഞാൻ മറുതലിച്ചു പോയി. നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ വെറുത്തുപോയി. എൻ്റെ കർത്താവെ ക്ഷമിക്കണമേ. പരിശുദ്ധാത്മാവിനെ ഞാൻ വേദനിപ്പിച്ചു പോയി. പരിശുദ്ധാത്മാവിനെ ഞാൻ കുത്തി മുറിവേൽപ്പിച്ചു പോയി. എനിക്ക് നല്ല ഉപദേശിച്ചെന്ന പരിശുദ്ധാത്മാവിനെ എതിർത്തുപോയി. എനിക്ക് ശോഭനമായ ഭാവി തരാൻ വന്ന് എൻ്റെ അടുക്കൽ നിന്ന് വാദിച്ച പരിശുദ്ധാത്മാവിനെ ഞാൻ അവഗണിച്ചു പോയി. എന്നോട് നിരന്തരം വാദിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ അവഗണിച്ച് എൻ്റെ കർത്താവെ, തെറ്റുകളേറെ എനിക്ക് സംഭവിച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നാം ദൈവസന്നിധിയിൽ ചെന്ന് അനുദപിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ പാവത്തെ ഉപേക്ഷിച്ച് നമ്മളെ അടക്കി വച്ചിരിക്കുന്ന പിശാചിൻ്റെ എല്ലാ കെട്ടുകളും പൊട്ടിച്ചു തരുവാൻ കർത്താവ് ശക്തനാണെന്ന് വിശ്വസിച്ച് നിങ്ങൾ വാസ്തവമായി വിളിച്ച് അപേക്ഷിച്ചാൽ കർത്താവ് നിങ്ങളുടെ അരിയിലേക്ക് വരും. മൊട്ടക്കുന്നിന്മേൽ കൂടെ ഉയർത്തുക. ദൈവത്തിന് സ്തോത്രം. അനേകരുടെ ഹൃദയം ഇന്ന് മുട്ടക്കുന്ന് പോലെയാണ്. ഒരു കാലത്ത് ഉല്ലാസം ഉണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു. ഹൃദയം മുട്ടക്കുന്ന് പോലെയായിരിക്കുന്നു. ജീവിതം നൈരാശ്യം കൊണ്ട് വലഞ്ഞിരിക്കുന്നു. എന്തിനു ജീവിക്കണം, ആർക്ക് വേണ്ടി ജീവിക്കണം, ഇതാണ് ചിന്ത. എന്തിനു ജീവിക്കണം, ആർക്ക് വേണ്ടി ജീവിക്കണം? എൻ്റെ ഭർത്താവിന് എന്നെ വേണ്ട. ഞാനിന്ന് ഭർത്താവ് ജീവിച്ചിരിക്കുന്ന ഒരു വിധവയാണ്. ഭർത്താവ് ജീവനോടിരിക്കുന്നുണ്ട്, പക്ഷേ ഞാനൊരു വിധവയാണ്. പാവം സ്ത്രീ പറയുന്നത് അങ്ങനെയാണ്. ഭർത്താവ് ജീവനോടിരിക്കുന്നുണ്ട്, പക്ഷേ ഞാനൊരു വിധവയാണ്. ഭർത്താവിനെ തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു മധുരവാക്ക് പറയാൻ അല്ല, വേണ്ട ഒരു പുഞ്ചിരി ഇല്ല. സ്നേഹത്തോടെ എന്നെ കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കൂ, കേൾക്കൂ. നിങ്ങൾക്ക് ഐശ്വര്യം വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുക. ഭാര്യയെ തന്നെപ്പോലെ തന്നെ കരുതുക. ഭാര്യ നിങ്ങളുടെ ശരീരത്തിലെ ഒരു അവയവമായി തന്നെ കാണുക. ഭാര്യ, നീയും നിൻ്റെ ഭാര്യയും ഒരു മനസ്സായി തീരുക. വൈരുദ്ധ്യം വന്നാൽ മകനെ, നീ നരകത്തിൻ്റെ ഭീകരതയിൽ പെടഞ്ഞു പോകും, നശിച്ചു പോകും. അതുപോലെ തന്നെ സ്ത്രീകളും നിങ്ങളുടെ ചില ക്രൂരമായ വാക്കുകൾ ഭർത്താവിൻ്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടാകും. നിങ്ങളുടെ ചില അല്പം പോലും അലിവില്ലാത്ത ചില പെരുമാറ്റങ്ങൾ ഭർത്താവിനെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടാകും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മക്കളെ വ്രണപ്പെടുത്തിയ വാക്കുകൾ നിങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടാകും. മക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അവരുടെ സ്നേഹം നിങ്ങൾ കാണാതെ അവരെ പലപ്പോഴും ശാസിക്കുകയും ശകാരിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, സ്നേഹം മാത്രമാകട്ടെ നമ്മുടെ ആഭരണം. സ്നേഹം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട സ്വത്ത് സ്നേഹമായിരിക്കട്ടെ. സ്നേഹം, ആരോടും സ്നേഹം, എതിർക്കുന്നവരോടും സ്നേഹം, ഉപദ്രവിക്കുന്നവരോടും സ്നേഹം. ദൈവത്തിന് സ്തോത്രം. നമ്മെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്നവരോട് സ്നേഹം. ആരോടും വൈരാഗ്യമില്ലാത്തൊരവസ്ഥ ഉണ്ട്. അങ്ങനെ ഒരു അവസ്ഥയുണ്ടത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സ്ഥിതിയുണ്ട്. ആരോടും വൈരാഗ്യമില്ലാതെ. ദൈവത്തിന് സ്തോത്രം. എബ്രഹാം ലിങ്കൺ ഒരിക്കൽ ജെറ്റിസ്ബർഗിൽ വെച്ചൊരു പ്രസംഗം ചെയ്തു. എബ്രഹാം ലിങ്കൺ സ്ഥാനാരോഹണത്തിന് പ്രസിഡന്റ് സ്ഥാനത്ത് കയറുന്നതിന് മുമ്പായി ചെയ്ത പ്രസംഗം, ജെറ്റിസ്ബർഗിലെ പ്രസംഗം സുപ്രസിദ്ധമാണ്. വിത്ത് മാലിസ് ടുവേർഡ്സ് നൺ ആൻഡ് വിത്ത് ചാരിറ്റി ഫോർ ഓൾ. ആരോടും പകയില്ല,
വിത്ത് മാലിസ് ടുവേഡ്സ് നൺ, ആരോടും പകയില്ല, ആരോടും പിണക്കമില്ല, ആരോടും വൈരാഗ്യമില്ല. ആൻഡ് ചാരിറ്റി ഫോർ ഓൾ, എല്ലാവരോടും എനിക്ക് സ്നേഹമേ ഉള്ളൂ, എല്ലാവരോടും ധാർമ്മികമായ സ്നേഹമാണ് എനിക്കുള്ളത്. വിത്ത് മാലിസ് ടുവേഡ്സ് നൺ ആൻഡ് ചാരിറ്റി ഫോർ ഓൾ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ജീവിച്ചൊരു മനുഷ്യൻ പറഞ്ഞ വാക്കാണ്. അദ്ദേഹം അമേരിക്കൻ പ്രസിഡൻ്റായി ശരി, പക്ഷേ അദ്ദേഹം പ്രസിഡൻ്റായി ഉയർന്നതിന് പിന്നിൽ ഈ ഒരു വലിയ സത്യമുണ്ട്. ആരോടും പകയില്ലാതെ ജീവിച്ചു, ആരോടും പരാതിയില്ലാതെ ജീവിച്ചു, ആരോടും പരിഭവമില്ലാതെ ജീവിച്ചു. ഭർത്താവ് ഒരുപക്ഷെ മോളെ നിന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയാലും നിൻ്റെ ഹൃദയത്തിൽ സ്നേഹം മാത്രമേ ഉണ്ടാകാവൂ. ചില ഭർത്താക്കന്മാർ പറയും, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന്. അയ്യോ കഷ്ടം, അങ്ങനെ പറയരുത്. എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഞാൻ ഇവിടെ നിന്ന് പോയി ഞാൻ വേറൊരു വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളായി പറയുന്നത്. ആ പാവം സ്ത്രീ പിടയുന്നു. സ്ത്രീ പറഞ്ഞു, അയ്യോ എൻ്റെ സാറേ, ഞാൻ എങ്ങനെ ഇത് വഹിക്കും? എൻ്റെ ഭർത്താവ് ഇപ്പോൾ വീട്ടിൽ നിന്ന് പോയിട്ടൊക്കെ ഏതാനും ദിവസങ്ങളായി. ഞാൻ എന്നും അദ്ദേഹം വരുമെന്ന് കാത്തിരിക്കുന്നു. എന്നാലും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരല്പം പോലും ഒരു നീരസമായിരിക്കും ചിന്ത വന്നിട്ടില്ല. എനിക്ക് സ്നേഹമേ ഉള്ളൂ. അദ്ദേഹം ഒന്ന് മടങ്ങി വരില്ലേ സാറേ? വരില്ലേ? എനിക്കൊരാശ്വാസം കിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. സാറൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവത്തിന് സ്തോത്രം. എത്രയോ സ്ത്രീകൾ കണ്ണീരും കൈയുമായി കഴിയുന്നു. എത്രയോ സ്ത്രീകൾ. മകളെ, നീയും നിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. നിനക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടോ? എന്തെങ്കിലും തിരുത്താനുണ്ടോ? ഭർത്താവിനോട് നിൻ്റെ പെരുമാറ്റത്തിൽ ഏതെങ്കിലും വിരസതകൾ വന്നിട്ടുണ്ടോ? ഭർത്താവിനെ നീ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? ഭർത്താവിനെ നീ സ്നേഹിക്കാതിരുന്നിട്ടുണ്ടോ? ഭർത്താവിനെ ദ്വേഷിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതല്ലേ പറയാനുള്ളൂ. കുടുംബസമാധാനം അതല്ലേ പറയാനുള്ളൂ. മരുമോളെ നീ സ്നേഹിച്ചിട്ടുണ്ടോ? അമ്മായിയമ്മയെ നീ വിനയത്തോടെ സ്വീകരിച്ച് അനുസരിച്ചിട്ടുണ്ടോ? അമ്മായിയമ്മയുടെ സ്വഭാവത്തെ നീ അംഗീകരിച്ച് ആ അമ്മായിയമ്മയുടെ സ്നേഹത്തെ നീ സ്വന്തമാക്കിയെടുത്ത് അമ്മായിയമ്മയെ കരുതാനും വാത്സല്യിക്കാനും നിനക്ക് തോന്നിയിട്ടുണ്ടോ? മകളെ, നിൻ്റെ ജീവിതത്തേക്ക് തിരിഞ്ഞു നോക്കൂ. ഓരോന്നോരോന്ന് നോക്കൂ. മുട്ടക്കുന്നാണിന്ന്. കുടുംബങ്ങൾ മുട്ടക്കുന്ന്, ഹൃദയങ്ങൾ മുട്ടക്കുന്ന്. ദൈവത്തിന് സ്തോത്രം. സ്ഥാപനങ്ങളിൽ നിന്ന് മുട്ടക്കുന്നാണ്. സ്ഥാപനങ്ങൾ, ഓരോ സ്ഥാപനത്തിലും ഒരു ആകപ്പാടെ അതൃപ്തരായ ഒരു കൂട്ടം ജോലിക്കാർ. എല്ലാവർക്കും അസംതൃപ്തിയാണ്. അത് പുറമേ കാണിക്കുന്നില്ലേ ഉള്ളൂ. പുറമേ കാണിച്ചാൽ പറഞ്ഞു വിടുമല്ലോ എന്ന് ഓർത്തും പുറമേ കാണിക്കുന്നില്ല. പക്ഷേ അതൃപ്തി ഇവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതൃപ്തി, അസംതൃപ്തി. ദൈവത്തിന് സ്തോത്രം. ഒരു ജോലി കിട്ടാൻ നേരത്ത് നിനക്ക് അതൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് വിനയത്തോടെ വന്ന് എനിക്കൊരു ജോലി തരണേ എന്ന് പറഞ്ഞ് അപേക്ഷിച്ചതാണ്. പക്ഷേ ജോലി കിട്ടിക്കഴിഞ്ഞ് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നിനക്ക് അതൃപ്തിയാണ്. അതൃപ്തി, അസംതൃപ്തി. ദൈവത്തിന് സ്തോത്രം. ഓരോന്നോരോന്ന് ചിന്തിച്ച് നോക്ക്. ഇങ്ങനെ നിങ്ങളുടെ ഹൃദയം മുട്ടക്കുന്നായിരിക്കുകയാണ്. മുട്ടക്കുന്ന്. സഹോദരങ്ങളെ, ഞങ്ങൾ വേദനയോട് പറയുകയാണ്, ഇന്ന് സ്ഥാപനങ്ങൾ മുട്ടക്കുന്നായിരിക്കുന്നു. സ്ഥാപനങ്ങൾ, കോളേജുകൾ, അല്ല എന്തിന്, അഗതി മന്ദിരങ്ങൾ, അനാഥശാലകൾ, പലതും മുട്ടക്കുന്നുകളാണ്. നല്ല ഉദ്ദേശത്തോടെ സ്ഥാപിച്ചതാണ്. സ്ഥാപിച്ച കാലത്ത് നല്ല ശുദ്ധോദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആദ്യത്തെ തലമുറ കഴിഞ്ഞു, പിന്നെ തലമുറയായപ്പോഴേക്കും അത് മുട്ടക്കുന്നായി തീർന്നു. ഇന്ന് അനാഥശാലയുണ്ട്, പക്ഷേ ഇന്ന് മുട്ടക്കുന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഹോസ്പിറ്റലുണ്ട്, പക്ഷേ ഇന്ന് മുട്ടക്കുന്നാണ്. അനേകം സ്ഥാപനങ്ങൾ ഇന്ന് സ്നേഹമില്ലാതെ, പരിചരണമില്ലാതെ, വേണ്ടത്ര ശുശ്രൂഷയില്ലാതെ പാവപ്പെട്ടവരെ കവർന്നെടുക്കുന്നതായ മുട്ടക്കുന്നുകളും ധാരാളമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് കൂടി കടന്ന് ഞാൻ പറഞ്ഞു പോകട്ടെ. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ. സഭ ഇന്ന് മുട്ടക്കുന്നായി തീർന്നിരിക്കുന്നു. സഭകളിൽ നിന്ന് മുട്ടക്കുന്നായി തീർന്നിരിക്കുന്നു. സഭകളിൽ സ്നേഹമില്ല. സഭയിലെ വിശ്വാസികളോട് കൊണ്ടുപോവാ എന്നാണ് പറയുന്നത്. കൊണ്ടുപോവാ തന്നതും പോരാ. എന്നും കവർ കളക്ഷൻ. പള്ളിയിലേക്ക് തരണമെന്നേ പറയുന്നുള്ളൂ. പാവപ്പെട്ടവന് കൊടുക്കാനൊന്നുമില്ല. പാവപ്പെട്ടവനൊരു ആശ്വാസം കൊടുക്കാനില്ല. പാവപ്പെട്ടവനൊരു സമാധാനം കൊടുക്കാനില്ല. സഭകളിൽ നിന്ന് മുട്ടക്കുന്നായിരിക്കുന്നു. പള്ളികളിൽ നിന്ന് മുട്ടക്കുന്നായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഹൃദയം നൊന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അനേകം പള്ളികളിൽ നിന്ന് സുവിശേഷം ഇല്ല. എവിടെ? ഏത് പള്ളിയിലുണ്ട് സുവിശേഷം? നിർമ്മല സുവിശേഷം എവിടെയുണ്ട്? സത്യവചനം എവിടെയുണ്ട്? ആർക്കും വേണ്ട ഈ ശുശ്രൂഷ, വചന ശുശ്രൂഷ വേണ്ട. പെരുന്നാൾ ആഘോഷമായി നടത്തും. പിന്നെ വേണമെങ്കിൽ കുറേ പോത്തുകളെ വെട്ടി വലിയ സദ്യ നടത്തും. ഇപ്പോൾ പിന്നെ പോത്ത് വെട്ടാമോ? വലിയ 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 ഗംഭീര സദ്യകൾ നടത്തും. പക്ഷേ എന്ത് ഫലം? എല്ലാം മുട്ടക്കുന്നായി. വലിയ മനോഹരമായ റാസകൾ. പാവപ്പെട്ട വിശ്വാസികൾ പാവങ്ങളല്ലേ, അവരനുസരിക്കും. മെഴുതിരി തിരിച്ചു വിളിച്ചുകൊണ്ട് രാസയിൽ പങ്കെടുക്കും. എന്താ അവിടെ പ്രാർത്ഥിക്കുന്നത്, പറയുന്നതെന്ന് അറിയുമ്പോൾ യജമാനന്മാർ വന്നേരെ തുണറുള്ളവരായി മുന്തിരിത്തോപ്പിൽ പണിയുന്നവരായി കാണുന്ന ദാസന്മാരത്തെ ധന്യന്മാരെന്ന് പാടിക്കൊണ്ടു പോകും. പക്ഷേ ആ പാടുന്നതൊന്നും ഈ പാവപ്പെട്ടവൻ കേൾക്കുന്നുമില്ല, അറിയുന്നുമില്ല. അവൻ്റെ അടുത്ത നിലയിൽ നിൽക്കുന്ന സ്ത്രീകളെ നോക്കി കമൻറ്റ് പറഞ്ഞുകൊണ്ടും വേണ്ടാതിനം കാണിച്ചുകൊണ്ടും നടക്കുകയാണ്.
കൊടി പിടിച്ചിട്ടുമുണ്ട്, വെടി കത്തിച്ച് പിടിച്ചിട്ടുമുണ്ട്. മുട്ടക്കുന്നാണിന്ന്. ദൈവത്തിന് സ്തോത്രം. അല്പം വേദനയോട് പറയട്ടെ, സത്യമായി പറയട്ടെ, ഇന്ന് നമ്മുടെ അനേകം ദേവാലയങ്ങൾ മുട്ടക്കുന്നായി തീർന്നിരിക്കുന്നു. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി പറയുകയാണ്. അതിലൊരു അംഗമാണല്ലോ ഞാൻ എന്ത് ചെയ്തു? ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ കാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഇരുളിനെ ശപിക്കാതെ ഒരു ചെറുതിരിയെങ്കിലും കത്തിച്ചു വയ്ക്കുക. ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ കാൻഡിൽ. ഒരു തിരിയെങ്കിലും കത്തിച്ചു വയ്ക്കൂ. ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ കാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഇരുട്ടിനെ ശപിച്ചിട്ട് കാര്യമില്ല. അയ്യോ ഞങ്ങളുടെ സഭയിൽ മുഴുവൻ ഇരുട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പങ്കെന്താണ്? ഞാനെങ്ങനെ നിൽക്കും? ഞാനൊരു രജത ദീപമായി തെളിഞ്ഞു നിൽക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങളെന്ത് പറയുന്നു? സാധിക്കുമോ? എൻ്റെ മുട്ടക്കുന്നായ ഞങ്ങളുടെ പള്ളിയിൽ, ഞങ്ങളുടെ ഇടവകയിൽ, ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ ഭദ്രാസനത്തിൽ ഞാനൊരു വെള്ളി വെളിച്ചമായി നിൽക്കും. സ്തോത്രം. നിർമ്മല സുവിശേഷത്തിന് വേണ്ടി ഞാൻ ത്യാഗം സഹിച്ച് നിൽക്കും. നിർമ്മല സുവിശേഷത്തിന് വേണ്ടി ഞാൻ ആക്ഷേപം സഹിച്ച് നിൽക്കും. നിർമ്മല സുവിശേഷത്തിന് വേണ്ടി ഞാൻ എല്ലാവിധത്തിലുമായ എല്ലാ അപഹസനങ്ങളും വെറ്റുകൊണ്ട് നിൽക്കും. ഞാൻ അവിടെ നല്ലൊരു മനോഹരമായ, നല്ല മധുരമായ, നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ഒരു മുന്തിരിയായി ഞാൻ നിൽക്കും. അവിടെ മനോഹരമായ നല്ല മാതളനാരകമായി ഞാൻ നിൽക്കും. അവിടെ ഞാൻ സുന്ദരമായ, നല്ല ശോഭനമായ ഒരു നല്ല റോസാപ്പൂവായി നിൽക്കും. എൻ്റെ സുഗന്ധം പരിസരങ്ങളിലേക്ക് പുറപ്പെടും. ഒരു സുഗന്ധവാഹിയായ നല്ല പുഷ്പമായി ഞാൻ നിൽക്കും. അത്രയ്ക്കെങ്കിലും എൻ്റെ ചുറ്റുപാട് നിന്നും ദുർഗന്ധം മാറട്ടെ. അത്രയ്ക്കെങ്കിലും ദുർഗന്ധം മാറട്ടെ. സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ വീട്ടിൽ മുട്ടക്കുന്നാണ്. ഞാനവിടെ ഒരു സുഗന്ധവാഹിയായി നിൽക്കും, സുഗന്ധം വഹിക്കുന്നവൾ. എൻ്റെ ഭവനം മുട്ടക്കുന്നാണ്. അവിടെ ഞാൻ സ്നേഹത്തിൻ്റെ സൗരഭ്യം തൂക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു പുഷ്പമായി ഞാൻ അവിടെ നിൽക്കും. എൻ്റെ സ്ഥാപനത്തിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, ഞാൻ പ്രവർത്തിക്കുന്ന രംഗത്ത്, ഞാൻ എവിടെയാണെങ്കിലും അവിടെ ഞാനൊരു ശോഭയുള്ള പുഷ്പമായി നിൽക്കും. എൻ്റെ ഭംഗി മറ്റുള്ളവർക്ക് ആസ്വാദ്യമായിരിക്കും. മാത്രമല്ല എൻ്റെ സൗരഭ്യം മറ്റുള്ളവർക്ക് മധുരം പകർന്നുകൊണ്ടിരിക്കും. സൗരഭ്യം, സുഗന്ധം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തു പറയും നിങ്ങൾക്ക്? എന്ത് തോന്നുന്നു? ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ തകരാൻ തയ്യാറാകുന്നില്ല. നിങ്ങൾ തകരണം, പൊട്ടിക്കരയണം. കർത്താവേ, എനിക്ക് അഭിമാനിക്കാൻ വകയൊന്നുമില്ല, എനിക്ക് ആശ്വസിക്കാൻ വകയൊന്നുമില്ല, എനിക്ക് മെച്ചം പറയാനൊന്നുമില്ല എൻ്റെ കയ്യിൽ. കർത്താവേ, മറ്റുള്ളവരെ നോക്കാൻ എനിക്കൊന്നുമില്ല, മറ്റുള്ളവർക്ക് ഭേദമാണെന്ന് പറയാൻ എനിക്കൊന്നുമില്ല. ഞാനൊരു തകർന്ന പാവി. കർത്താവേ, ഞാനൊരു അരിഷ്ടനായ മനുഷ്യൻ, ഞാൻ നിസ്സാരനായ മനുഷ്യൻ. ഒന്ന് ഊതിയാൽ പറന്നു പോകാനേ ഉള്ളൂ ഞാൻ. കർത്താവേ, ഞാൻ ബലഹീനനായൊരു മനുഷ്യൻ, ഞാൻ സാധു മനുഷ്യൻ, ഒരു കഴിവില്ലാത്ത മനുഷ്യൻ, ഒരു പ്രാപ്തിയുമില്ലാത്തൊരു മനുഷ്യൻ. കർത്താവേ, എനിക്കൊരാശയുണ്ട്. ഇനിയുള്ള കാലത്ത് ഒരു സുഗന്ധ പുഷ്പമായി നിൽപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മുട്ടക്കുന്നിൽ പൂവിടരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇനിയുള്ള കാലങ്ങളിൽ എൻ്റെ കർത്താവേ, എൻ്റെ ഭവനത്തിൽ ഒരു സുഗന്ധവാഹിയായ, ഒരു മനോഹരമായ, ഒരു നല്ല റോസാപ്പൂവായി നിൽക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇനിയുള്ള കാലത്ത് നല്ല ചെന്താമരപ്പൂവിൻ്റെ ശോഭയുള്ള ഒരു നല്ല ദൈവവേദനയിൽ നിൽക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവേ, ഇനിയുള്ള കാലത്ത് നല്ല പിച്ചകപ്പൂവിൻ്റെ നറുമണം വിലസുന്ന ഒരു സുന്ദരമായ പുഷ്പമായി നിൽക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഈ മുട്ടക്കുന്നിൽ പൂക്കൾ വിരിയട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, ഈ മുട്ടപ്പൂക്കുന്നിൽ എൻ്റെ കർത്താവേ, സുഗന്ധവാഹിയായി പുഷ്പങ്ങൾ വിരിയട്ടെ. ഹല്ലേലൂയ. എൻ്റെ ഹൃദയമാകുന്ന മുട്ടക്കുന്നിലെ നിരാശകൾ മാറിയിട്ട്, അവിടുത്തെ വിരസതകൾ മാറിയിട്ട്, നൈരാശ്യം മാറിയിട്ട്, അവിടെ എൻ്റെ കർത്താവേ, പ്രത്യാശയുടെ പുതുമുകുളങ്ങൾ വിരിയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതം അനേകർക്ക് ആശ്വാസപ്രദമായി തീരട്ടെ, അനേകർക്ക് ആനന്ദപ്രദമായി തീരട്ടെ, അനേകരിലേക്ക് മധുരം പകരുന്നതായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഞാനത് നിന്നോട് വാക്ക് പറയുകയാണ്. ഞാൻ നിന്നോട് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം പറയുകയാണ്. ഞാൻ തീരുമാനം എടുക്കുകയാണ്. നാഥാ, എനിക്ക് വേറൊരു വഴിയുമില്ല. എനിക്ക് വേറൊന്നും പറയാൻ എനിക്കറിയാൻ വയ്യ. എനിക്ക് ആകെ ഒന്ന് മാത്രം അറിയാം. എൻ്റെ യേശു എനിക്ക് വേണ്ടി ഒരു സുഗന്ധമായി ബലിയർപ്പിക്കപ്പെട്ടു. ആ സുഗന്ധം, ആ നറുമണം ഞാൻ പേറുകയാണ്, ഞാൻ സ്വീകരിക്കുകയാണ്. നിൻമുറിവുകളിൽ എന്നെ പടച്ചു
മാറു തുറന്നും രക്തം വാർന്നും കണ്ടേ ഞാൻ കുരിശാരടിയാരെ കാക്കും നാഥനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ തിരുമുറിവുകളിലാണ് സുഗന്ധം. നിന്റെ തിരുമുറിവുകളിൽ, നിന്റെ തിരുശരീരത്തിലേറ്റതായ 5 മുറിവുകളിൽ അവിടെയാണ് സുഗന്ധം. അതങ്ങ് ഈ പ്രപഞ്ചത്തിൽ വീശിക്കൊണ്ടിരിക്കുകയാണ്. അത് എൻ്റെ മേലൊന്ന് അടിച്ചു, ആ സുഗന്ധം അടിച്ചു. എവിടെ നിന്നാണ് ഇത്രയും സുഗന്ധം വരുന്നതെന്ന് ഞാൻ അന്വേഷിച്ചു. ഇത്രയും സുന്ദരമായ സുഖപ്രദമായ സുഗന്ധം വരുന്നല്ലോ, എവിടെ നിന്നാണിത്? അതിൻ്റെ ഉറവിടം തേടി ഞാൻ ഓടി. അത് എന്നിൽ അടിച്ചത് ഒരു പ്രത്യേക സന്ദർഭത്തിലാണ്. നിൻ്റെ അധരങ്ങളിൽ നിന്ന് പൂന്തേന് തുല്യമായി വചനം കേട്ടപ്പോഴാണ് എനിക്ക് സുഗന്ധം കിട്ടിയത്. നിൻ്റെ തിരു അധരങ്ങളിൽ നിന്ന് സുഗന്ധം പൊഴിയുന്നതായ വചനം കേട്ടപ്പോൾ, നിന്റെ അധരങ്ങളഹോ, നിൻ്റെ വചനങ്ങൾ കേട്ടപ്പോൾ, നിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട വചനം കേട്ടപ്പോൾ എനിക്ക് സുഗന്ധം ലഭിച്ചു. എവിടെ നിന്നാണ് ഈ സുഗന്ധം വരുന്നത്? ഞാൻ അന്വേഷിച്ചിറങ്ങി. ഞാൻ പിന്നെയും ആ സുഗന്ധം തേടി ഞാൻ പോവുകയാണ്. പോകുന്ന വഴിക്ക് ചിലരെന്നെ തടഞ്ഞു, ഭടന്മാരെന്നെ തടഞ്ഞു. എടാ മണ്ടൻ, നീ എന്തിനാ ഈ സുഗന്ധം ഉണ്ടെന്ന് പറഞ്ഞ് പോകുന്നത്? നീ അങ്ങോട്ട് പോകുന്ന ആ കൂട്ടായ്മയ്ക്ക് പോകുന്നതിൻ്റെ മണ്ടത്തരം. ദൈവത്തിന് സ്തോത്രം. സുഗന്ധത്തിൻ്റെ ഉറവിടം തേടി ഓടി ചെന്നു. അവസാനം ഈ തടഞ്ഞ ഭടന്മാരെ വിട്ടിട്ട് ഓടി പിന്നെയും. കാരണം അതുപോലെ എന്നെ ആകർഷിച്ചു, എന്നെ വശീകരിച്ചു, എന്നെ സ്വാധീനം ചെയ്തു ഈ സുഗന്ധം. ഭടന്മാരെ വിട്ട് ഞാൻ ഓടി ചെന്നു, കണ്ടു. നിൻ മാറു തുറന്നും നിൻ രക്തം വാർന്നും കണ്ടേൻ ഞാൻ. കുരിശിൽ നിൻ മാറു തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, രക്തം വാർന്നു കണ്ടു. അവിടെ നിന്നാണ് സുഗന്ധം. നിൻ മുറിവുകളിൽ നിന്നേറ്റേ കുരിശാലടിയാരെ കാക്കും നാഥനായി സ്തോത്രം. ഹല്ലേലൂയ. മുട്ടക്കുന്നിന്മേൽ കൊടിയുയരും. ഇന്ന് ഊഷരമായ മരുഭൂമിയിൽ പൂങ്കാവൻ ഉളവാകും. ഇന്ന് വരണ്ടുപോയ മരുപ്പറമ്പിൽ നല്ല ഉദ്യാനം പ്രശോഭിക്കും. നല്ല സുന്ദര പുഷ്പങ്ങളോടെ വിരിയും. നല്ല സൽഫലങ്ങളോടെ കായ്ക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് മുട്ടക്കുന്നാണ്, എന്നാൽ നിങ്ങൾക്ക് അവിടെ കൊടിയുയർത്താം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങൾ വിളിക്കൂ. നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ വെച്ച രക്ഷകനെ നിങ്ങൾ വിളിക്കൂ. നിങ്ങൾക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയ കർത്താവിനെ നിങ്ങൾ വിളിക്കൂ. ഒരു പാവവും ചെയ്യാതെ ഒരു കുറ്റവാളിയെപ്പോലെ കുരിശിൽ കിടന്ന് പെടഞ്ഞ കർത്താവിനെ നിങ്ങൾ വിളിക്കൂ. ഒരു തെറ്റുമില്ലാതിരുന്നിട്ടും അവർ കർത്താവിന് ക്രൂശ് കൊടുത്തു. ആ യേശുവിനെ നിങ്ങൾ വിളിക്കൂ. യേശുവിൻ്റെ അരിയിലേക്ക് വരട്ടെ. യേശു തൻ്റെ കരം നിങ്ങളുടെ നേരെ നീട്ടട്ടെ. നിങ്ങൾ വിശ്വാസത്തോടെ ആ തൃക്കരത്തിലേക്ക് നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് വേണ്ടി ആണിതറയ്ക്കപ്പെട്ടതായ കൈകളിലെ ആണിപ്പഴുതിൽ നിന്ന് രക്തം ഒഴുകുന്ന നിങ്ങൾക്ക് കാണാം. ആ തിരക്തങ്ങളുടെ പാവങ്ങളെ കഴുകും. വന്നുപോയ സകല പാവങ്ങളും പോക്കി നിങ്ങൾ ശുദ്ധീകരിക്കും. എല്ലാ പാവവും പോക്കുന്ന ശുദ്ധീകരിക്കുന്നതായ തിരക്തം നിങ്ങളെ സമീപിക്കുകയാണ്. ആ തൃക്കരം നിങ്ങളുടെ അരികിലേക്ക് നീട്ടുകയാണ്. മോളെ, നീ ആ കരം കാണുക. ആ കരത്തെ നീ മുത്തുക. ഹല്ലേലൂയ. മകനെ, നീ ആ കരം കാണുക. ആ കരത്തെ നീ ചുംബിക്കുക. ഹല്ലേലൂയ. ആ തൃക്കരം നിൻ്റെ നേരെ നീട്ടുന്നതിനെ സ്വീകരിക്കാനാണ്. നിൻ്റെ ജീവിതത്തിലെ ഊഷരതകൾ മാറ്റാനാണ്. നിൻ്റെ ജീവിതത്തിലെ വരൾച്ചകൾ മാറ്റാനാണ്. നിൻ്റെ ജീവിതത്തിലെ മുട്ടക്കുന്ന് മാറ്റിയോടെ പൂങ്കാവനം സൃഷ്ടിക്കാനാണ്. ദൈവത്തിന് സ്തോത്രം. മുട്ടക്കുന്നിന്മേൽ കൊടിയുയർത്തുവീൻ. സ്നേഹിതരെ, നിങ്ങൾ ഈ സമയം കളയരുത്. ഇപ്പോൾ തന്നെ നിങ്ങൾ ക്രിസ്തുവിനെ വിളിക്കുവീൻ. യേശുവിൻ്റെ അരിയിലേക്ക് വന്ന് നിൽക്കുകയാണ്. അത് തൃക്കരം നീട്ടിയിരിക്കുകയാണ്. കർത്താവേ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊടി ഉയർത്തും. കുരിശിവിടെ ഉയർത്തും. കർത്താവേ,
കുരിശ്, രക്ഷയുടെ നിദാനമായ കുരിശ് ഈ മുട്ടക്കുന്നിന്മേൽ ഉയർത്തും. കർത്താവെ, കുരിശാകുന്ന കൊടി ഞാൻ ഈ എൻ്റെ ചങ്കിന്മേൽ ഉയർത്തും. എൻ്റെ ഹൃദയത്തിൽ ആ കുരിശാകുന്ന കൊടി ഞാൻ നിവർത്തും. കർത്താവെ, കുരിശിലെ ത്യാഗം ഞാൻ കാണും, കുരിശിലെ സ്നേഹം ഞാൻ കാണും, കുരിശിലെ രക്ഷകനെ ഞാൻ കാണും. കുരിശിൽ മരിച്ച രക്ഷകനെ ഞാൻ കണ്ടുകൊണ്ട് ആ കുരിശിൻ്റെ അടിയിലേക്ക്, രക്ഷകൻ്റെ പാദപീഠത്തിലേക്ക് എന്നെ ഞാൻ ഇതാ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾക്ക് സമർപ്പിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഏൽപ്പിക്കാം. മുട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്താം. അനുഗ്രഹീതമായ നല്ല സുന്ദര കാലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാ നന്മകളും നിങ്ങൾക്ക് തരും. നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് വീണ്ടും തരും. നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങൾ തിരികെ തരും. എല്ലാ നന്മകളാൽ നിങ്ങളെ അലങ്കരിക്കും. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ പ്രാർത്ഥിക്കൂ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കൂ. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയൂ, എൻ്റെ യേശുവേ, ഇന്നിതാ ഞാൻ എൻ്റെ ജീവിതം നിനക്കായി ഞാൻ വേർതിരിച്ചു തരുന്നു. എൻ്റെ ഹൃദയം നിനക്കായി ഞാൻ വേർതിരിച്ചു തരുന്നു. എൻ്റെ ഭാവി നിനക്കായി ഞാൻ വേർതിരിച്ചു തരുന്നു. ഇനി എനിക്ക് ഞാനല്ല യേശു അത്രേ, ഞാനല്ല യേശു അത്രേ. ഞാൻ എന്ന് പറയുന്ന പഴയ മനുഷ്യൻ ഇതാ മരിക്കുന്നു, യേശു ഇതാ ഉയർത്തുന്നതിന് ജീവിക്കുന്നു. ഞാൻ പുതിയ മനുഷ്യനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുന്നുണ്ടോ? ഇപ്പോൾ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? എൻ്റെ കർത്താവേ, ഇത്രയും കാലം ഞാൻ പാപം ചെയ്ത് എൻ്റെ ജീവിതത്തെ നശിപ്പിച്ച് കളഞ്ഞു, മുട്ടക്കുന്നാക്കി കളഞ്ഞു. സുന്ദരമായ പൂങ്കാവനത്തെ ഞാൻ മുട്ടക്കുന്നാക്കി തീർത്തു. എൻ്റെ കർത്താവേ, ഇന്ന് ഞാനിതാ തിരുമുമ്പാകെ വരുന്നു. എന്നെ നീ സ്വീകരിക്കണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ, എന്നെ വെളുത്തർക്കാരം വെക്കണമേ, എന്നെ വാഴ്ത്തണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവേ, ഇതിൻ്റെ രണ്ടാമത്തെ വരയിൽ പറന്നു വരാൻ എന്നെ യോഗ്യനാക്കി തീർക്കണമേ. യേശുവേ, നീ വിശുദ്ധന്മാരെ ചേർക്കാൻ വരുമ്പോൾ എന്നെയും ചേർക്കണമേ. ഒരു വിശുദ്ധനാക്കി എന്നെ തീർക്കണമേ, ഒരു പരിശുദ്ധനാക്കി എന്നെ തീർക്കണമേ, ഒരു ശുദ്ധിമതിയാക്കി എന്നെ തീർക്കണമേ. യേശുവേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ മേൽ പകരണമേ. ഇപ്പോൾ തന്നെ ഞാനിതാ എൻ്റെ ഹൃദയം നിനക്കായി തുറന്നു തരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അൻപുള്ള പൊന്നേശുവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മധ്യത്തിലേക്ക് വന്നതിനായി സ്തോത്രം. അർഹതയില്ലാതെ, യോഗ്യതയില്ലാതെ ഞങ്ങളിരുന്നപ്പോൾ ഞങ്ങളുടെ അരികിലേക്ക് വരുവാൻ തിരുമനസ്സായതിനാൽ നിനക്ക് സ്തോത്രം. എൻ്റെ കർത്താവേ, ഈ മക്കളെ എല്ലാം തൊടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവേ, അനേകരുടെ ജീവിതത്തിലെ മുട്ടക്കുന്നുകൾ മാറ്റി അവിടെ പൂങ്കാവനം സൃഷ്ടിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.